കങ്കണ റണാവത്ത് ഹിമാചൽ പ്രദേശുകാരിയാണ്. ഒരു രജപുത്ര കുടുംബത്തിലൊക്കെ പെട്ട ആളാണ്. ഇവരെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം ഇവരുടെ അഭിനയമൊന്നും ഒരു കുഴപ്പം പറയാനുള്ള ഫാഷൻ പോലുള്ള സിനിമകളിലൊക്കെ നല്ല അഭിനയമാണ്. അതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇവർ അഭിനയിച്ചതിൽ ഒരുപാട് ബയോപിക്കുകളുണ്ട്. ഇത്രത്തോളം ബയോപിക്കുകൾ ഇന്ത്യയിൽ തന്നെ മറ്റേതെങ്കിലും ഒരു നടി അഭിനയിച്ചിട്ടുണ്ടോ എന്നറിയില്ല. 2006 ഇവര് സിനിമയിലേക്ക് കടന്നു വരുന്നത്. യാതൊരുവിധ സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഇവര് നാടക മേഖലയിൽ നിന്നാണ് സിനിമയിലേക്ക് എത്തുന്നത്. ഒരു നെപ്പോക്കിടൊന്നുമല്ല. അപ്പൊ സ്വന്തം കഴിവ് കൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള അഭിനയത്തിലുള്ള ഒരു കഴിവ് കൊണ്ട് തന്നെയാണ്. പൊളിറ്റിക്സ് ഒക്കെ എന്തും ആവട്ടെ, നല്ലൊരു നടിയാണ്. 2007 ഗാങ്സ്റ്റർ എന്ന് പറയുന്ന സിനിമ, ഇത് ദാവൂദ് ഇബ്രാഹിമിന്റെ മകന്റെ എന്തൊക്കെയോ സംഭവങ്ങൾ അതിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പം അവിടുന്ന് തൊട്ടിട്ട് തന്നെ ഇവരൊരു ബയോപിക്കുമായി ബന്ധപ്പെട്ടുള്ള സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങുന്നുണ്ട്. പിന്നീട് 2010 ഹാജി മസ്താന്റെ ജീവിതകഥ പറഞ്ഞിട്ടുള്ള അജയ് ദേവ്ഗണ്ണും ഇമ്രാൻ ഹാഷ്മിയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഈ സിനിമയിൽ ഇവരുടെ കഥാപാത്രം മധുബാല എന്ന് പറയുന്ന കഥാപാത്രം, അന്നത്തെ ഒരു ഫിലിം ആക്ട്രസ് ഹാജി മസ്താനുമായിട്ടുള്ള ബന്ധമൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. അതും ഒരു ബയോപിക് തന്നെയാണ്. ഇനി 2021 ഇറങ്ങിയിട്ടുള്ള ജയലളിതയുടെ കഥ പറഞ്ഞിട്ടുള്ള തലേവി, അത് ഹിന്ദി സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായിട്ട് കൂടി ഒരു പക്ഷേ ബയോപിക്കിൽ അഭിനയിക്കാൻ വളരെ വിദഗ്ധയായതുകൊണ്ടായിരിക്കാം ഇവരെ കൊണ്ടുവന്നും കയറ്റി ജയലളിതയുടെ റോള് കൊടുത്തിട്ടുള്ളത്. മണികർണിക ദ ക്വീൻ ഓഫ് ജാൻസി 2019 ഇവർക്ക് നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുള്ള സിനിമയാണ്. ഇവർക്ക് ഇതിനു മുന്നേ 2 തവണ ലഭിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ സിനിമ, അതുപോലെ തന്നെ റങ്കൂൺ, ഒരു സ്റ്റണ്ട് വുമൺ, യഥാർത്ഥത്തിലുണ്ടായിരുന്ന ഒരു സ്റ്റണ്ട് വുമന്റെ ഫിയർലെസ് നാദിയ എന്ന് പറയുന്ന സ്റ്റണ്ട് വുമന്റെ കഥയാണ് ഈ സിനിമയിൽ. അതും ഒരു ബയോപിക്കാണ്. ഇനി 2023 ഇറങ്ങിയിട്ടുള്ള തേജസ് യഥാർത്ഥ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമ തന്നെയാണ്. അതും ഒരു ബയോപിക് തന്നെയാണ്. ഇനി 2024 ഇറങ്ങിയിട്ടുള്ള ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയിട്ടില്ല, 2024 സെൻസറിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നീട് 2025 ഇറങ്ങിയിട്ടുള്ള എമർജൻസി, ഇന്ദിരാഗാന്ധിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് 1977 അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമ. സിഖ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാലം അങ്ങനെ സെൻസറിങ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കിടന്ന സിനിമ. ഇതും ഒരു ബയോപിക്കാണ്. ഇനിയും ഇവരെത്ര ഇനി ബയോപിക് വരാൻ ഉണ്ട് എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇവരൊരു സ്ഥിരം ബയോപിക് നായികയാണ്. ഇവരുടെ ബയോപിക്കുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക.